അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉണ്ടോ സഖീ ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ട് ബിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. നമ്മളൊക്കെ പലപ്പോഴും കേട്ട ഒരു മാപ്പിളപ്പാട്ടാണിത്. പല സ്റ്റേജുകളിലും പലരും ഇത് പാടി തിമർക്കുന്ന പല രംഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഖലീഫയായിരുന്നു. 4 പ്രധാനപ്പെട്ട ഖലീഫമാർക്ക് ശേഷം വന്ന ഏറ്റവും നീതിപൂർവമായ ഭരണം കാഴ്ചവെച്ച ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അവിടുത്തെ പ്രിയ പത്നി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുമായി ഉണ്ടായ ഒരു സംസാരമാണ് ഈ പാട്ടിൽ പറയുന്നത്. അഥവാ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താവാണ്, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന രാജാവാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് മുന്തിരി വാങ്ങാൻ പോലും പണമില്ല. എന്നിട്ടത് ഭാര്യയോട് പറയുകയാണ്, എനിക്ക് മുന്തിരി തിന്നാൻ കൊതിയാകുന്നുണ്ട്, പക്ഷേ കയ്യിൽ പണമില്ല, നിൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ താ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാട്ട് അവസാനിക്കുന്നത്. അപ്പം അത്രയും വളരെ നീതിപൂർവമായ, അല്ലെങ്കിൽ ഖജനാവിലേക്ക് വരുന്ന പണം എന്നുള്ളത് അത് സ്വന്തം പണമല്ല എന്നും അത് മുഴുവനായിട്ടും രാജ്യത്തിൻ്റെ നീതിക്കും രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനൊക്കെ വേണ്ടി നീക്കിവെക്കാനുള്ളതാണെന്ന് കരുതിയിരുന്ന, ആ രൂപത്തിൽ ഭരണം നടത്തിയിരുന്ന ധാരാളം ജനപ്രതിനിധികൾ, ഭരണാധികാരികൾ ഇസ്ലാമിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രങ്ങളൊക്കെ അന്ന് സ്കൂളിലെ പാഠപുസ്തകങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാത്രി സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം രാജാവായിരുന്ന സമയത്ത് രാത്രി സമയത്ത് വേഷപ്രസന്നനായിക്കൊണ്ട്, വേഷം മാറിക്കൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലും. രാത്രി സമയത്ത് പകൽ മുഴുവനും രാജ്യഭരണകാര്യങ്ങളിൽ അദ്ദേഹം മുഴുകി രാത്രി കിടന്നുറങ്ങുകയല്ല ചെയ്തിരുന്നത്, മറിച്ച് രാത്രി മുഴുവനും ചുറ്റി സഞ്ചരിക്കും, തൻ്റെ പ്രജകളുടെ അടുത്തേക്ക് പോകും, എന്നിട്ട് രാജാവിനെക്കുറിച്ച് അന്വേഷിക്കും. അപ്പോൾ രാജാവിനെക്കുറിച്ച് കേൾക്കുന്ന എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ ആ പരാതി അവിടെ ചെന്നുകൊണ്ടത് തീർത്തു കൊടുക്കുന്ന ഒരു പതിവായിരുന്നു മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്. അതിൽ തന്നെ നമ്മൾ പുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പാലിൽ വെള്ളം ചേർക്കുന്ന ഒരു പെൺകുട്ടി ആ വീട്ടിൽ ഉമ്മ പറയാണ്, പാലിൽ കുറച്ച് വെള്ളം ചേർത്തോ, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ മകള് പറയുന്നുണ്ട്, അത് പറ്റൂല, അത് ശരിയല്ല ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഉമ്മയെ തിരുത്തി ഈ സംസാരം ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കേട്ടു. പിറ്റേ ദിവസം തന്നെ ആ സ്ത്രീയെ വിളിച്ചു വരുത്തി ആ സ്ത്രീക്ക് അനുമോദനം കൊടുത്തു എന്നൊക്കെ പറയുന്ന ചരിത്രങ്ങളൊക്കെ നമ്മൾ പണ്ട് സ്കൂളിലെ പുസ്തകങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഇത്രയും വലിയ നല്ല രൂപത്തിൽ നീതിപരമായിട്ട് ഭരണം കാഴ്ചവെച്ച ഒരുപാട് ഖലീഫമാർ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. മാത്രമല്ല അവരൊക്കെ ഈ ഭരണം ഏറ്റെടുക്കുക, ഉത്തരവാദിത്തത്തെ വലിയ ഗൗരവമായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. പേടിയായിരുന്നു ഒരു ഭരണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നേരെ തിരിച്ചാണ്. ഇന്ന് സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ ഭരണം കിട്ടുക എന്നൊക്കെ പറയുന്നത് ആർത്തിയാണ് ജനങ്ങൾക്ക്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിയിൽ കൂടെ ചതിയിലൂടായാലും വേണ്ടിയിട്ടില്ല, എങ്ങനെയെങ്കിലും ഭരണം കയ്യിലാക്കണം, എങ്ങനെയെങ്കിലും അധികാരം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ആളുകളാണെന്നുള്ളത്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇസ്ലാമിലെ മുൻകാല ഖലീഫമാർ മുഴുവനും എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരാരും ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. എല്ലാം അവരുടെ മേൽ ചാർത്തി കൊടുക്കുകയാണ്. അതായത് മറ്റുള്ളവർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അവരൊക്കെ ഭരണരംഗത്തേക്ക് കടന്നു വന്നതും. അതുപോലെ തന്നെ ആ ഭരണം കിട്ടിയത് മുതൽ അവർക്ക് പേടിയാണ്. കാരണം ഇത് നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യും. ഇതൊരു നിസ്സാര കാര്യമല്ല, ചെറിയ കാര്യമല്ല. ഭരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തരവാദിത്തപരമായിട്ടുള്ളൊരു കാര്യമായിട്ടായിരുന്നു അവർ കണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് കഴിവിൻ്റെ പരമാവധി ആ ഭരണത്തിൽ നീതി നടപ്പിലാക്കാനും അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിനോട് കൂഫയിലെ ഗവർണറാകാൻ വേണ്ടിയിട്ട് ആളുകൾ ആവശ്യപ്പെട്ടു. ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, എനിക്കതിനുള്ള യോഗ്യതയില്ല, ഞാനതിന് അർഹനല്ല എന്ന് പറഞ്ഞ് മഹാനവറുകൾ ഒഴിഞ്ഞു മാറി. അങ്ങനെ മഹാനവറുകളെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി രാജാവ് ചോദിച്ചു, നിങ്ങളെന്താണ് അങ്ങനെ പറയുന്നത്? നല്ല കഴിവുള്ള വ്യക്തിയാണല്ലോ നിങ്ങൾ, നല്ല അപാരമായ പാണ്ഡിത്യമുണ്ട്, നല്ല കഴിവുണ്ട്, എല്ലാ മേഖലയിലും കഴിവുള്ള നിങ്ങൾ
ഈ ഒരു സ്ഥാനത്തിന്, ഈ നാടിൻ്റെ ഗവർണർ സ്ഥാനത്തിന് നിങ്ങൾ എന്തുകൊണ്ടും യോഗ്യനായിരിക്കുക, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാനതിന് അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞ ഒരു മറുപടി, ഞാൻ ആ പറഞ്ഞത് സത്യമാണെങ്കിൽ, ഞാനതിന് അർഹനല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാനതിന് അർഹനല്ല. ഇനി അതല്ല, ഞാൻ ആ പറഞ്ഞത് കളവായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, കളവ് പറയുന്ന ഒരാളെ ഒരിക്കലും ഇത്തരം വലിയ ഒരു സ്ഥാനത്തേക്ക് ഇരുത്താൻ അല്ലെങ്കിൽ ഇത്രയും വലിയ സ്ഥാനം കൊടുക്കാൻ അതിന് ഞാനും അർഹനല്ല. കളവ് പറയുന്ന ആൾ അതിന് പറ്റൂല. അപ്പോൾ രണ്ട് നിലക്ക് നോക്കിയാലും ഞാനതിന് അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു വലിയ പദവിയാണ്, ഒരു രാജ്യത്തിൻ്റെ ഗവർണർ പദവിയിലേക്കാണ് ക്ഷണിച്ചത്. പക്ഷേ മഹാനവർ അതിന് നിരസിക്കുകയാണ് ചെയ്തത്. അതിനുള്ള കാരണം മറ്റൊന്നല്ല, അവരൊക്കെ പേടിച്ചതുകൊണ്ടാണ്. ചെറിയ കാര്യമല്ല. ഏതെങ്കിലും തരത്തിൽ ഒരു ഉത്തരവാദിത്വം എന്നിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ഞാനത് 100% ക്ലിയറായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ എന്നോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഭരണം ഭരിക്കുക അല്ലെങ്കിൽ ജനപ്രതിനിധിയാകുക എന്നൊക്കെ ഉള്ളത് സാധാരണ ഒരു പാട്ട് പാടുന്നത് പോലെ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ജനങ്ങളുടെ എല്ലാ നാറുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണേണ്ടവരാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടവരാണ്. 5 വർഷം വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ഇടയിലേക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന യോഗ്യതയുള്ള ആളുകളായിരിക്കണം ഇത്തരം വലിയ സ്ഥാനങ്ങളിലേക്കൊക്കെ മത്സരിക്കേണ്ടതും. ഈ കിട്ടുന്ന സ്ഥാനങ്ങൾ ജയിക്കുമ്പോൾ ആ ഒരു സ്ഥാനം അത് വലിയൊരു ഉത്തരവാദിത്തമാണ്, നിസ്സാര കാര്യമല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് നൽകുന്നത്. ആ കാര്യത്തിൽ 100% അല്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി ആ കാര്യം വളരെ ഉത്തരവാദിത്തത്തോടുകൂടെ ചെയ്തു തീർക്കാൻ കഴിയണം. എങ്കിലേ ആ സ്ഥാനമാനങ്ങൾ ജനങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്ന വലിയൊരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിന് നിങ്ങൾ തീർത്തും 100% നിങ്ങൾ കുറ്റമറ്റതാകണമെന്നുണ്ടെങ്കിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും നിറവേറാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. ഏതായിരുന്നാലും ജയിച്ച ജനപ്രതിനിധികൾക്കൊക്കെ നല്ല മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കഴിയട്ടെ.